പ്രധാന വാർത്തകൾ. വിതുരയിലെ ലോഡ്ജിൽ കമിതാക്കളെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഉള്ളുലയ്ക്കുന്ന നോവായി 2 പിഞ്ചുകുഞ്ഞുങ്ങൾ. വിതുര. പ്രണയത്തിന്റെ അതിരുകൾ തേടി വീടുവിട്ടിറങ്ങിയ യുവാവും യുവതിയും വിതുരയിലെ ലോഡ്ജ് മുറിയിൽ ജീവിതം അവസാനിപ്പിച്ചു. മാരായമുട്ടം സ്വദേശി സുബിൻ, 28, ആര്യങ്കോട് സ്വദേശിനി മഞ്ജു, 31 എന്നിവരെയാണ് ഇന്ന് രാവിലെ 8 മണി കഴിഞ്ഞ് 30 ഓടെ വിതുര കല്ലപ്പാറയിലെ ലോഡ്ജിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പമ്പിങ് തൊഴിലാളിയായ സുബിനെയും 7-6 വയസ്സുള്ള 2 മക്കളുടെ മാതാവായ മഞ്ജുവിനെയും കാണാനില്ലെന്ന് ചൂണ്ടിക്കാട്ടി നേരത്തെ മാരായമുട്ടം, ആര്യങ്കോട് പോലീസ് സ്റ്റേഷനുകളിൽ പരാതി നൽകിയിരുന്നു. ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് ഇരുവരും വിതുരയിൽ മുറിയെടുത്തത്. രാത്രി ഭക്ഷണം കഴിച്ച ശേഷം ഇരുവരും ജീവനൊടുക്കിയതാകാമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. പോലീസ് അന്വേഷണം തങ്ങളിലേക്ക് എത്തുമെന്ന ഭയമോ ഒന്നിച്ച് ജീവിക്കാൻ സാധിക്കില്ലെന്ന തിരിച്ചറിവോ ആകാം ഇവരെ ഈ കടുങ്കൈ പ്രേരിപ്പിച്ചതെന്ന് കരുതുന്നു. അനാഥമായി ആ പിഞ്ചുബാല്യങ്ങൾ. ഈ പ്രണയദുരന്തം ബാക്കിയാക്കുന്നത് 2 പിഞ്ചുകുഞ്ഞുങ്ങളുടെ കണ്ണീരാണ്. അമ്മ തിരികെ വരുമെന്ന് കാത്തിരുന്ന 7-6 വയസ്സുള്ള ആ മക്കൾക്ക് ഇനി ആരുടെ തണലുണ്ടാകുമെന്ന ചോദ്യം നാടിനെ നൊമ്പരപ്പെടുത്തുന്നു. സുബിന്റെയും മഞ്ജുവിന്റെയും മാതാപിതാക്കളും ഈ വാർത്ത കേട്ട നടുക്കത്തിലാണ്. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. പ്രണയവും ബന്ധങ്ങളും പലപ്പോഴും വൈകാരികമായ വെല്ലുവിളികൾ ഉയർത്താറുണ്ട്. എന്നാൽ ആ നിമിഷങ്ങളിലെ എടുത്തുചാട്ടം തകർക്കുന്നത് സ്വന്തം ജീവിതം മാത്രമല്ല, നമ്മെ വിശ്വസിച്ച് കഴിയുന്ന മാതാപിതാക്കളുടെയും മക്കളുടെയും ഭാവിയെ കൂടിയാണ്. ആത്മഹത്യയല്ല, അതിജീവിക്കാനുള്ള കരുത്താണ് ഓരോ പ്രതിസന്ധിയിലും പ്രണയവും കുടുംബവും നൽകേണ്ടത്. ഒരു നിമിഷത്തെ വിവേകശൂന്യമായ തീരുമാനം ഇല്ലായ്മ ചെയ്യുന്നത് തിരിച്ചുവരാനാകാത്ത ഒരു പിടി സ്വപ്നങ്ങളെയാണ്.